അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് കളി ആയുധങ്ങൾ, ഇതുമായി നമ്മൾ കൂടുതൽ ശുഗലാവരുത്, ജോലിയിലാവരുത്. കാരണം നമ്മുടെ വിജ്ഞാനം അത് അശ്രദ്ധമായ ഹൃദയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പാകത്തിലുള്ളതല്ല, ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് കൂടുതൽ അതിൽ ശുഗലാവരുത്, ജോലിയിലാവരുത് എന്നുള്ള വിഷയം നമുക്ക് പറയണം. അതിന് ശേഷം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നല്ല ഡ്രസ്സും നല്ല ഭക്ഷണവും എപ്പോഴും കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അതിന് പകരം നമ്മൾ ഇൽമി മേഖലകളിൽ വിജ്ഞാനങ്ങൾ പെറുക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പാടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വളരെ ആവേശത്തോടു കൂടെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. وارغب عن اللعب والملاهي فالعلم لم يحصل لقلب لاهي. وارغب عن اللعب والملاهي فالعلم لم يحصل لقلب لاهي. واقنع بملبوس أدنى قوتي وافرغ لجم الدر والياقوت. وقنا بملبوس وأدنى قوتي وافرغ لجم الدر والياقوت. ഇതാണ് പാട്ട്. അപ്പൊ വറഗബ് അനിൽ ലിആബി വൽ മലാഹി, റഗിബ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനർത്ഥം എന്താ? ആഗ്രഹിക്കുക എന്നാണ്. എന്നാൽ ഇവിടെ റഗിബ അൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. വർഗബ് അൻ, പ്രത്യേകം ശ്രദ്ധിക്കണം. റഗിബ അൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവഗണിക്കുക എന്നാണ്. തള്ള, നെഗ്ലക്റ്റ് ചെയ്യുക, നെവർ മൈൻഡ് ചെയ്യുക. അതിനാണ് എന്ത് പറയാ? റഗിബ അൻ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് വർഗബ് അനിൽ ലിആബി, കളിയെ തൊട്ട് നീ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ കളിയെ അവഗണിക്കുക. വൽ മലാഹി, കളി ആയുധങ്ങളും നീ വെറുക്കുക. റൈബൻ പറഞ്ഞാല് വെറുക്കുക, മനസ്സിലായോ? കറക്റ്റ് മീനിങ് വെറുക്കുക എന്നർത്ഥം. ആഗ്രഹിക്കാതിരിക്കുക എന്നും പറയാം, വെറുക്കുക എന്നും പറയാം. എന്തിന്? റഗിബ അൻ എന്നുള്ളതിന്. മനസ്സിലായോ? അപ്പൊ വറഗബ് അനിൽ ലിആബി വൽ മലാഹി, കളിയെ തൊട്ടും കളി ആയുധങ്ങളെ തൊട്ടും നീ ആഗ്രഹിക്കുക. തൊട്ട് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവഗണിക്കുക, വെറുക്കുക എന്നർത്ഥം വരും. അപ്പം മൊത്തത്തിൽ അർത്ഥം വരുമ്പോൾ കളിയെ തൊട്ടും കളി ആയുധങ്ങളെയും അതുപോലെ കളി ആയുധങ്ങൾ ഇതിനൊക്കെ എന്ത് ചെയ്യുക? വെറുക്കുക. അപ്പം ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, അല്ല ഉസ്താദേ, അപ്പോൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കണ്ടേ? കളിക്കണം, പക്ഷെ എപ്പോഴും കളിക്കുക. അനങ്ങുമ്പോൾ രാവിലെ തന്നെ നീക്കുമ്പോൾ തന്നെ ചിന്ത താണോ, ഒന്നിപ്പം ഇത് കളിച്ചണം, മറ്റേ കളിച്ചണം, 10 മണിക്ക് കളിച്ചണം, പിന്നെ ഒരു ഉച്ചൻ്റെ ശേഷം കളിച്ചണം. ഇങ്ങനെ പിരോന്ത്. പിന്നെ കഴിഞ്ഞാൽ പിന്നെ സ്കോർ ബോർഡ് നോക്കുക. ഇന്ത്യൻ്റെ, പാകിസ്ഥാൻ്റെ, മറ്റേ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ മുഴുകുക. അതിൻ്റെ ഒരു പേര് ഫാൻസ് ആവുക, പിരാന്താവുക. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് കളിച്ചാൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ കളിച്ചോളി കുറച്ച് സമയം ആരോഗ്യത്തിന്, അതിനൊന്നും കുഴപ്പമില്ല. അഡിക്റ്റായി മാറുക, അതിനാണ് കുഴപ്പം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അഡിക്റ്റായി മാറൂലേ? അഡിക്ഷൻ, ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. മനസ്സിലായോ? കാരണം എന്താ പറയാൻ? കാരണം എന്താ? കാരണം ഇൽമ് എന്ന് പറയുന്ന, ഈ നോളജ് എന്ന് പറയുന്ന വിജ്ഞാനം, അത് ലം യഹ്സുൽ, അത് കരസ്ഥമാകൂല. ഫല്ലിൽമു, അപ്പോൾ ഇൽമു ലം യഹ്സുൽ, അത് കരസ്ഥമാവുകയില്ല. ലി ഖൽബിൻ ലാഹിൻ,
അശ്രദ്ധമായ ഹൃദയത്തിന്. ലാഹി എന്ന് പറഞ്ഞ അർത്ഥം നോക്കൂ നിങ്ങൾ അടിയിൽ. ലിയാബ് എന്ന് പറഞ്ഞാൽ ജമ്മു ലിയാബ് മൈനാഹു അല്ലഹുബ്. ലിയാബ് പറഞ്ഞ കളി, ലൈബ അല്ലാബു ലൈബൻ ലിയാബൻ, മനസ്സിലായോ? മലാഹി എന്ന് പറഞ്ഞാൽ ജമ്മു മൽഹ മൈനാഹു ആലാത്തുൽ ലൈബി, കളി ആയുധങ്ങൾ, കളിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. ലാഹി എന്ന് പറഞ്ഞ അർത്ഥം കണ്ട നിങ്ങൾ, മൈനാഹു ഗാഫിൽ, അശ്രദ്ധമായ. അപ്പൊ എന്തൊക്കെയായി മൊത്തത്തിൽ പറയുമ്പോ? വർഗബ് അനില്യാബി, കളിയെ തൊട്ട് നീ ആഗ്രഹിക്കാറുണ്ട്, കളി നീ വെറുക്കുക. വൽ മലാഹി, കളി ആയുധങ്ങൾ നീ വെറുക്കുക. ഫൽ ഇൽമു, അപ്പോൾ ഇൽമ് വിജ്ഞാനം, ലം യഹ്സുൽ, അത് കരസ്ഥമാകൂല, ലി ഖൽബിൻ ലാഹിൻ, അശ്രദ്ധമായ ഹൃദയത്തിന്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മൾ ഒരുപാട് ആദാബുകൾ പറഞ്ഞു. അപ്പൊ ഇതും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആദാബും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കാൻ ശ്രമിക്കണം. ശരിക്കും അള്ളാഹുവിൻ്റെ ദിക്റല്ലാത്ത ഒക്കെ ലഘുവാണ്, അല്ലെങ്കിൽ ലഹുവാണ്, അല്ലെങ്കിൽ സഹുവാണ്, അല്ലേ? കുല്ലു ഷൈഇൻ ലൈസ മിൻ ദിക്രില്ലാഹി ഫഹുവ ലഗവൻ ഔ ലഹുവൻ ഔ സഹുവൻ എന്നൊക്കെയാണ് ഹദീസുകളിലുള്ളത്. അള്ളാഹിൻ്റെ ദിക്റില്ലാത്തൊക്കെ ഒന്നുകിൽ ലഹുവാണ്, ലഹുവാണ്, സഹുവാണ്. പ്രത്യേകിച്ച് കൂലിയൊന്നും ഇല്ലാത്തതായിരിക്കും, അല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പഠിച്ചും ചിന്തിച്ചും ആകുമ്പോൾ നമ്മൾ തല ആകെ പുണ്ണാകും, ആകെ പ്രയാസമാകും. അപ്പോൾ അതൊന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ കളി എന്ത് ചെയ്യണം? കുറച്ച് നേരം കളിക്കണം, ഒരു ഉന്മേഷം കിട്ടാൻ. കളി വേണേനും. പക്ഷേ എന്താ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കേട്ടോ, അഡിക്റ്റ് ആവരുത്. അല്ലാതെ ഇന്ന് മുതൽ ഞങ്ങൾ ആരും കളിക്കാതെ ഇരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ. എല്ലാവരും എന്നും കളിക്കണം. എല്ലാവരും എന്ത് ചെയ്യണം? എന്നും കളിക്കണം, എന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യരുത്, ഒരു ഈസന്നെ ഒരു സമയത്ത് കളിച്ചാൽ പിന്നെയും കളിച്ചാൽ എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ മൊബൈലിലാക്കിയിട്ട് കളി കാണും രാത്രി. അതന്നെ അങ്ങനെ ഉണ്ടാവില്ല. അത് അത്ര നല്ലതല്ല എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഷോർട്ട്. ഫർദസ്കാരങ്ങൾ അല്ലെങ്കിൽ സുന്നസ്കാരങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ളൊരു കളി, ആ ചിന്ത നമ്മുടെ നിസ്കരിക്കുന്ന സമയത്തുണ്ടാവുക, അങ്ങനെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ എന്നോടോ നിങ്ങളോടോ കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് കൂടുതൽ ഈ വിഷയത്തിൽ പറയാനില്ല. ഞാൻ അടുത്ത ബൈത്ത് നോക്കുക. ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഷാഫി ഇമാമിൻ്റെ നേരത്തെ പറഞ്ഞ മുമ്പൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളിൻ ഫർശദനി ഇലാ തർക്കിൽ മആസി വഖാല ലിൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുത്വാ ലിആസി. വക്കീൽ തങ്ങളിലേക്ക് ഞാൻ വേവലാതിപ്പെട്ടോ, സുഹൈഫ്ലി, എനിക്ക് നന്നായി മനപ്പാടമാക്കാൻ സാധിക്കുന്നില്ല, ഹിഫ്ലിൻ്റെ മോശം, ഹിഫ്ലാക്കാൻ എത്ര ശ്രമിക്കുമ്പോഴും കഴിയുന്നില്ല എന്ന് പരാതിപ്പെട്ടു. ആര്? ഷാഫി ഇമാമ്. ആരോട്? വക്കീൽ തങ്ങളോട്. അപ്പോൾ ഉസ്താദ് ശിഷ്യന് പറഞ്ഞു കൊടുത്ത എന്താ അറിയോ? മഅസിയത്ത് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും? നമുക്ക് ഹിഫ്ലൊക്കെ ഉണ്ടാകും. തെറ്റുകൾ പരമാവധി ഒഴിവാക്കുക, അപ്പോൾ നമുക്ക് ഹിഫ്ലുകൾ ഉണ്ടാകും. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞത് ഇൽമു എന്ന് പറഞ്ഞ നൂറാണ്. അള്ളാഹുവിൻ്റെ നൂറ് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടൂല. അപ്പോൾ ഫൽ ഇൽമു ലം യഹ്സുൽ ലി ഖൽബിൻ ലാഹിൻ എന്ന് പറഞ്ഞതിൻ്റെ ഷോർട്ട് ജസ്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നെക്സ്റ്റ് നമ്മൾ പോകാം. നെക്സ്റ്റ് ലൈന് നോക്കുക. വഖനാ ബിമൽബൂസിൻ വഅദ്നാഖുത്തിൻ വഫറാലി ജമ്മി ദുർരി വൽ യാഖൂത്തി. വഖനാ ബിമൽബൂസിൻ വഅദ്നാഖുത്തി വഫറാലി ജമ്മി ദുർരി വൽ യാഖൂത്തി. വഖനാ, നീ തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതിനാണ് കനി എന്നൊക്കെ പറയാം. കനി അയക്കന ഓ എന്താ പറയാ? കനി അയക്കന ഓ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അള്ളാഹു നമുക്ക് കണക്കാക്കിയത് റളിയ ബിമാ റസഖഹുല്ലാ, അള്ളാഹ് നൽകിയോണ്ട് തൃപ്തിപ്പെടുക. അതിന് കുറച്ച് പണിയാണ്.
കഴിയൂല അല്ലേ. എന്നാലും ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഓവർ അത്യാഗ്രഹം ഉണ്ടാവില്ല, ഓവറായിട്ടുള്ള ആഗ്രഹം, അതിനാണല്ലോ അത്യാഗ്രഹം എന്നറിയാം. അത് ഒഴിവാക്കാൻ നമുക്ക് ഒരു പരിധി വരെ കഴിയും. അല്ലാതെ ഭയങ്കര കനാത്തൊന്നും നമുക്ക് കഴിയൂല അല്ലേ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭയങ്കരമായ ആഗ്രഹം, ഒരു വലിയൊരു കാറാണുമ്പോൾ ആ കാറ് വേണം, അല്ലെങ്കിൽ വലിയ വീടാണുമ്പോൾ അങ്ങനത്തെ വീട് നമുക്ക് ഉണ്ടാക്കണം, അങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്. അതൊക്കെ മോശമാണ്. കാരണം നമ്മൾ പാവപ്പെട്ട എത്രയോ ആളുകളുണ്ട്, അവർ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കും. അപ്പം അവരെ പോലെ വലിയ ഉഷാറിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് കുറേ കടം വാങ്ങിയൊക്കെ ജീവിക്കണേ, പിന്നെ ആകെ നമ്മൾ തൊലയും. അപ്പോൾ അതിനാഗ്രഹിക്കരുത്. ഒരു മീഡിയം കാര്യങ്ങളിൽ ആയിട്ട് അങ്ങനെ പോകണം. എന്നും ബിരിയാണി വേണമെന്ന് ചിന്തിക്കരുത്, അല്ലെങ്കിൽ എന്നും നെയ്ച്ചോറ് വേണമെന്ന് ചിന്തിക്കരുത്. ഇടയ്ക്ക് സാധാ ചോറും വേണം. അപ്പോൾ അല്ലെങ്കിൽ എന്നും നല്ല അടിപൊളി ഡ്രസ്സ്, കോട്ടൺ ഡ്രസ്സ് എപ്പോഴും വിടണം. എപ്പോഴും. അല്ലെങ്കിൽ ഭയങ്കര വിലൻ്റെ തുണി, ഭയങ്കര വിലൻ്റെ കുപ്പായം, ഡ്രസ്സ് അങ്ങോട്ട്, അല്ലെങ്കിൽ ഭയങ്കര വിലൻ്റെ ചെരുപ്പ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഓരോന്നിനും എന്താ ചെയ്യുക, എല്ലാത്തിനും എന്തായാലും പാകം വേണമെന്ന് അർത്ഥം. അല്ലെങ്കിൽ ഒരു 3 കൂട്ടോ 4 കൂട്ടോ മതിയാവും ജോഡി, ഇവൻ്റെ അടുത്ത് 10 കൂട്ട്. അങ്ങനെ ഒന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പുതിയതാ പറയും കേട്ടോ. പഴയതായ നമുക്ക് എക്സ്ട്രാ എന്ത് ചെയ്യുക, അങ്ങനെ വാങ്ങാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മൾ ഓവറായിട്ട് എല്ലാത്തിലും ഭയങ്കരം അതുണ്ടാവരുത്. കാരണം നമ്മൾ എപ്പോഴും പാവപ്പെട്ട ആളുകളും ജീവിതത്തിലേക്ക് കൂടി നമ്മൾ കണ്ണോടിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് വക്കനക നീ തൃപ്തിപ്പെടുക ബി മൽബൂസിൻ വഅദ്നാഖൂത്തിൻ, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് നീ തൃപ്തിപ്പെടുക, സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് കൊണ്ട് നീ തൃപ്തിപ്പെടുക. വഫിറഗ്, അപ്പോൾ വക്കന നീ തൃപ്തിപ്പെടുക ബി മൽബൂസിൻ, ഡ്രസ്സ് കൊണ്ട്, സിമ്പിൾ ഡ്രസ്സ് കൊണ്ട്. വഅദ്നാഖൂത്തിൻ, കൂത്ത് എന്ന് പറഞ്ഞാലിനെ ശരിക്കും എന്താ അറിയോ, മനുഷ്യര് ജീവിതം നിലനിൽക്കാൻ പാകത്തിൽ തിന്നുന്നതിനാണ് ശരിക്കും കൂത്ത് എന്ന് പറയാം. പക്ഷെ ആ അടിസ്ഥാനത്തിൽ സൂഫിയാക്കളൊക്കെ ചില ആളുകളൊക്കെ അങ്ങനെ ജീവിക്കും, കൂടുതൽ തിന്നാതെയൊക്കെ. പക്ഷെ നമുക്കതിന് കഴിയൂല എന്ന് കരുതി നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓവറാവുക ഭയങ്കരം, അതിനാണ് റപ്പായി എന്നൊക്കെ പറയില്ല നമ്മൾ, ആ ഐറ്റംസ് ആവരുത് കേട്ടോ. മനസ്സിലായ? വക്കനാൽ നീ തൃപ്തിപ്പെടുക ബി മൽബൂസിൻ, ഡ്രസ്സ് കൊണ്ട്. വാദനാഖൂത്തിൻ, സിമ്പിളായിട്ടുള്ള ഭക്ഷണം കൊണ്ടും. വഫറ, നീ ഉദ്ദേശിക്കുക. ഇവിടെ ഉദ്ദേശിക്കണേ വഫറ എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുക ലി ജംഇ ദുരി, മുത്തുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി. ലി ജംഇ ദുരി, മുത്തുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി. വലിയാഖൂത്തി, മാണിക്യവും. മാണിക്യം എന്ന് പറഞ്ഞ ഒരു കല്ലാണ്, മനസ്സിലായോ? സീനത്തിന് വേണ്ടി, ഭംഗി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കല്ലാണ് യാക്കൂത്ത്. ദുർറ് യാക്കൂത്ത് പറഞ്ഞാൽ ഭയങ്കരമായ അമൂല്യ രത്നങ്ങളാണ്. അപ്പോൾ ഇവിടെ അമൂല്യ രത്നം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്നേ ഉദ്ദേശമുള്ളൂ കേട്ടോ. മനസ്സിലായോ? വിജ്ഞാനം എന്നാണ് ദുർറ് യാക്കൂത്തോണൊക്കെ ഉദ്ദേശിക്കുന്നത്, വിജ്ഞാനം എന്നാണ്. മുത്തും മാണിക്കൊക്കെ വിജ്ഞാനാണല്ലോ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ. ശരിക്കും ഒറിജിനൽ മുത്തുമാണിക്ക കുറച്ച് കഴിഞ്ഞാൽ കയ്യോ പോവും അല്ലേ. നേരെ മറിച്ച് വിജ്ഞാനം എന്ന് പറയുന്ന ഈ ഒരു മുത്തുമാണിക്കൊക്കെ ഒരുമിച്ച് കൂട്ടിയ ഒരുപാട് തലമുറകൾക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയൂലേ. യെസ്, അതാ പറഞ്ഞു. അപ്പോൾ അർത്ഥങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ പറയാനുള്ളത് അദ്നാഖൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബിശ്റുൽ ഹാഫി തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹമൊക്കെ ഖനാഅത്തിൻ്റെ ആളായിരുന്നു, ബിശ്റുൽ ഹാഫി തങ്ങൾ. വേറെയും ഒരുപാട് സൂഫിയാക്കൾ ഖനാഅത്തിൻ്റെ ആളുകളായിരുന്നു. അപ്പം നമ്മുടെ ഹൈവാനിയായിട്ടുള്ളൊരു പ്രകൃതാണ് ശരിക്കും ഒരുപാട് തോന്നിയതുപോലെ ജീവിക്കുക, തോന്നിയതുപോലെ തിന്നുക എന്നുള്ളതൊക്കെ ഹൈവാനിയ പ്രകൃതാണ് അല്ലേ. അത് നമ്മളിലുണ്ടാവരുത്. കാരണം പോത്തും ആടും മറ്റുള്ളതൊക്കെ എത്രയും തിന്നും അങ്ങനെ, അതുപോലെ നമ്മളാവരുത് എന്നാണ് എൻ്റെ ഷോർട്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ പ്രത്യേകം നിങ്ങളെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. വസാലിമാം പറയുന്നുണ്ട്,
സലിമാം എന്താ പറയണേ? 3 കാര്യങ്ങൾ: സ്വബർ, ഇൽമ്, അമൽ. ഇത് 3 ഉണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു? ഒരാൾക്കുള്ള രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിലുള്ള മരുന്ന് എന്താണ്? ഈ 3 കാര്യമാണ്. നമുക്ക് പല രോഗങ്ങളുണ്ടാവില്ലേ? രോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താ? കിബറു, ഹസദ്, ഉജ്ബ്, അതൊക്കെ ഒരു രോഗമാണ്. അല്ലാതെ പനി, ജലദോഷം, തലവേദന മാത്രമല്ല രോഗം. വ്യത്യസ്ത രീതി രോഗമൊക്കെ ചികിത്സിക്കണം, എല്ലാം ചികിത്സിക്കണം. അപ്പോൾ ഈ സ്വബർ, ഇൽമ്, അമല്, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ്? അതെ, നമുക്ക് രോഗമുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യം നന്നായി ശ്രദ്ധിക്കുക, കൃത്യമായി പഠിച്ചു വരിക. വക്കന് നീ തൃപ്തിപ്പെടുക. അബി മൽബൂസിൻ, ഡ്രസ്സ് കൊണ്ട്, സിമ്പിൾ ഡ്രസ്സ് കൊണ്ട്, വാദിനാക്കൂത്തിൻ, താഴ്ന്ന ഭക്ഷണം കൊണ്ടും. വാദിനാക്കൂത്തിൻ താഴ്ന്ന ഭക്ഷണം കൊണ്ടും. വഫ്ര, നീ ഉദ്ദേശിക്കുക, ലിജമ്മി ദുരി, മുത്ത് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, വലിയാക്കൂത്തി മാണിക്യവും. മനസ്സിലായോ? ഇനി ഒന്നിച്ചെല്ലാവരും പാടിക്കാണി. ഒന്നിച്ച് പാടി, എൻ്റെ ഒപ്പം ഒന്നിച്ച് പാടിട്ടോ. വറബ് അനിൽ അബി വൽ മലാഹി ഫല്ലിൽ മൂലം യസുൽ ലിഖൽബിൻ ലാഹി വഖ്നബി മൽബൂസിൻ വആദ്നഖുതി വഫ്റലി ജമ്മി ദുരി വല്യാഖൂതി. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ മലയാളത്തിൽ എഴുതിയാണ്ട് വരിക, വർക്കായി വരിക കേട്ടോ. അസ്സലാമു അലൈക്കും.